ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതിന് ഓവനോ വീറ്ററോ ഒന്നും ആവശ്യമില്ല. മിക്സിയോ മുട്ടയോ അതായത് തൈരോ ഒന്നും ഉപയോഗിക്കുന്നത് എല്ലാവർക്കും ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാനിവിടെ കാണിക്കുന്നത്. മെഷർമെൻറ്റ് കപ്പൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. വീട്ടിലുള്ള ഗ്ലാസ്സാണ് ഞാനിവിടെ എടുത്ത് കാണിക്കുന്നത്. ആദ്യം വേണ്ട ഇൻഗ്രീഡിയൻസ്: 1 ഗ്ലാസ് മൈദപ്പൊടി, 3/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ, 1/4 കപ്പ് കൊക്കോ പൗഡർ. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു അരിപ്പ എടുത്തിട്ട് അതിലേക്ക് 1 ഗ്ലാസ് മൈദപ്പൊടിയും 1/4 കപ്പ് അതായത് 1/4 ഗ്ലാസ് കൊക്കോ പൗഡറും ഒന്ന് അരിപ്പയിലിട്ട് നന്നായി ഒന്ന് അരിച്ചെടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കട്ടകളൊന്നും ഇല്ലാതിരിക്കാനാണ്. ഇങ്ങനെ അരിച്ചെടുത്താൽ കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും. നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുത്തതിന് ശേഷം ഒരു പാത്രം എടുത്ത് 1 ഗ്ലാസ് പാലും 3/4 കപ്പ് വെജിറ്റബിൾ ഓയിലും 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും ഇതിലേക്കൊന്നിട്ട് മൂന്ന് മിശ്രിതവും ഈ ഒരു പാത്രത്തിലേക്കൊന്ന് ഇട്ട് നന്നായി ഒന്ന് യോജിപ്പിക്കുക. ഒരു സ്പൂണ് കൊണ്ട് നന്നായി ഒന്ന് യോജിപ്പിക്കുക. സ്പൂണോ സ്പാച്ചിലയോ എന്തായാലും പ്രശ്നമല്ല. 1 സ്പൂൺ എടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് എടുക്കണം. നല്ല സോഫ്റ്റായ കേക്കാണ്, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിപ്പോൾ എഗ്ലെസ് കേക്കല്ലേ. അതിനുശേഷം 1 സ്പൂണ് കാപ്പിപ്പൊടി ഇട്ട് ഒന്ന് അരിപ്പയിൽ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്, കട്ടകളൊന്നും ഇല്ലാതിരിക്കാൻ. അത് നല്ല കളറ് കിട്ടാനാണ്. ചോക്ലേറ്റ് കേക്കല്ല, അതിനാണ് 1 സ്പൂണ് കാപ്പിപ്പൊടി ഇതിൽ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് ചേർക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം. നന്നായിട്ട് തന്നെ നിങ്ങളിത് യോജിപ്പിക്കുക. നന്നായിട്ട് ഞാനൊരു മരത്തിൻ്റെ തവ എടുത്തിട്ടാണ് ഞാനിതൊന്ന് യോജിപ്പിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ എന്താണുള്ളതെന്ന് യോജിപ്പിച്ചാൽ മതി. അതിന് ശേഷം 3/4 ടീസ്പൂണ് കളർലെസ്സായ വാനില എസൻസാണ് ഞാൻ ചേർക്കുന്നത്. കളർലെസ് ആയതുകൊണ്ട് 3/4 ടീസ്പൂൺ വരെ നമുക്ക് ചേർക്കാം. അതിന് ശേഷം 1 ടീസ്പൂണ് ബേക്കിംഗ് സോഡയിലേക്ക് 1 ടീസ്പൂൺ വിനിഗർ ഒന്നൊഴിച്ച് മിക്സ് ചെയ്ത് ഈ മിശ്രിതത്തിലേക്ക്, അതായത് കേക്ക് ബാറ്ററിലേക്ക് ഒഴിച്ച് ഒരു 1/2 സെക്കൻഡോളം ഒന്ന് ഇളക്കിയെടുത്താൽ മതി. 1/2 സെക്കൻഡോളം മതി, ഒരുപാടൊന്നും ഇളക്കണ്ട. കേക്ക് പൊങ്ങി വരാണ് നമ്മൾ ബേക്കിംഗ് സോഡയാണ് ഉപയോഗിക്കുന്നത്. അതിന് ശേഷം മയം പുരട്ടി ഒരു പാത്രത്തിലേക്ക് ഈ മിശ്രിതം ഒന്ന് ഒഴിച്ച് കൊടുത്ത് ഒന്ന് ടാപ്പ് ചെയ്യണം. അതെന്തിനാണ്? ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാനാണ് നമ്മളന്ന് ചെയ്യുന്നത്. അതിനു മുമ്പ് നേരത്തെ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത 10 മിനിറ്റ് കുക്കറിൽ ഉപ്പ് വിതറി പ്രീ ഹീറ്റ് ചെയ്തെടുത്ത കുക്കറിൽ ഒരു 25 മിനിറ്റ് വെരി ലോ ഫ്ലെയിമിൽ ഒന്ന് ബാക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് ഇത് വെന്തിട്ടുണ്ട്. നമുക്കൊന്നൊന്ന് കത്തിയെടുത്ത് കുത്തി നോക്കാം. ഒരു നൈഫ് എടുത്ത് കുത്തി നോക്കാം. ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കത്തിയിലൊന്നും വരുന്നില്ല, നന്നായി വെന്തിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇതിലൊന്നും പിടിക്കുന്നില്ലെങ്കിൽ അതിന് ശേഷം തീ ഒന്ന് ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കേക്കിന് ഞാൻ ചെയ്യുന്നത് ചോക്ലേറ്റ് സോസാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് അടിയിൽ ഞാൻ കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റായ ഒരു കേക്കാണ്, നല്ല സോഫ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.